നമസ്കാരം. ബീഹാറിലെ രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സ് നിതീഷ് കുമാറിന്റെ രാജിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ വ്യക്തമായ ചില സൂചനകൾ ഇപ്പോൾ ബീഹാറിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ബീഹാറിൽ കോൺഗ്രസിന്റെ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്നും 9 കോൺഗ്രസ് MLA-മാർ വിട്ടുനിന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. യാത്രയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ പൂനെയിൽ നടന്ന യോഗത്തിൽ ആകെ കോൺഗ്രസിനുള്ള 19 MLA-മാരിൽ 10 പേർ മാത്രമാണ് എത്തിയിരുന്നത്. രാഹുലിന്റെ യാത്ര തിങ്കളാഴ്ച കിഷൻഗഞ്ച് വഴി ബീഹാറിലേക്ക് കടക്കുന്നത്. ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലുള്ള MLA-മാരുടെ വിട്ടുനിൽക്കൽ വലിയ ആശങ്ക പാർട്ടിക്ക് സമ്മാനിക്കുന്നുമുണ്ട്. കോൺഗ്രസിലെ 10ഓളം MLA-മാർ നിതീഷ് കുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ MLA-മാരുടെ അസാന്നിധ്യം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ നമുക്കറിയാം RJD ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. 79 അംഗങ്ങൾ അവർക്കുണ്ട്. തൊട്ട് പിന്നാലെ ഉള്ളത് BJP ആണ്. 78 അംഗങ്ങളാണ് BJP ബീഹാർ നിയമസഭയിൽ ഉള്ളത്. JDU-വിനാവട്ടെ 45ഉം കോൺഗ്രസിന് 19 പേരുമാണ് നിയമസഭയിൽ ഉള്ളത്. ഈ 19 പേരിൽ 10 പേർ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങിയാൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിൽ എത്തുമ്പോൾ സ്വീകരിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷത്തു നിന്നുള്ള കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ BJP നടത്തുന്നുമുണ്ട്. എന്തായാലും ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു രൂപരേഖ പോലും സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. അതിനിടയിലാണ് ഏറെ മണിക്കൂറുകൾക്കൊടുവിൽ നിതീഷ് കുമാർ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അദ്ദേഹം NDA സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇതിനായി BJP-യുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ബീഹാറിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.